2019-20 മോഡൽ. 10 വർഷം മോഡൽ കൂടിയ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് VL ഏറ്റവും ടോപ്പ്. ഇതൊക്കെ ചെയ്തൊരു വണ്ടിക്ക് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? വെറും 6-10. 6,10,000 അത്രേ ഉള്ളൂ. വെറും 6,10,000 രൂപക്ക് വിത്ത് NOC-യിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാം. എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ ഒരു പക്ക ഓഫ് റോഡിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യസ്തത ഇല്ലെങ്കിൽ ഇതാ കമന്റ് ബോക്സ് കിടക്കണം, അതിൽ കയറി 2 തെരേണ്ടി വിളിച്ചോളി, ഞാൻ കേട്ടോളാം. 21 മോഡൽ 63,000 കിലോമീറ്റർ സെക്കൻഡ് ഓണറിലാണ് വണ്ടിയാണ്. ഫുൾ പക്കാ സർവീസ്. ഓഫർ ആണോ അല്ലോ നിങ്ങൾ തീരുമാനിച്ചോ. വെറും 6,95,000 രൂപക്കാണ് ഇവർ ഇവിടുന്ന് ഫോർത്ത്. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ഒരു ത്രില്ലർ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കണ്ടോളി. എന്തെങ്കിലും വ്യത്യസ്തത ഇല്ലെങ്കിൽ ഇതാ കമന്റ് ബോക്സ് കിടക്കണം, അതിൽ കയറി 2 തെരേണ്ടി വിളിച്ചോളി, ഞാൻ കേട്ടോളാം. നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞങ്ങൾക്ക് ഓഫർ കാണും. 2010 ലാസ്റ്റ് മോഡൽ ഫോർച്യൂണർ ഏകദേശം ഒരു 9 ലക്ഷം രൂപ അല്ലാതെ നിങ്ങൾക്ക് എവിടുന്നും വണ്ടി കിട്ടൂല. ഇത് ഓഫർ ആണോ അല്ലോ നിങ്ങൾ തീരുമാനിച്ചോ. വെറും 6,95,000 രൂപക്കാണ് ഇവർ ഇവിടുന്ന് ഫോർച്യൂണർ കൊടുക്കുന്നത്. ഇനി ഇതാ ഇവിടെ ഈ കിടക്കുന്ന മൊത്തം വണ്ടികളും ഓഫറിൽ കിടക്കുന്ന വണ്ടികൾ. അന്ന് നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം. ഏകദേശം 3 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉള്ള താറ്, 2021 മോഡല് 4 വീൽ ഡ്രൈവ് മാനുവൽ ഡീസൽ, ഏകദേശം ഒരു 18-17 ആ റേഞ്ചിലാണ്. എനിക്ക് വണ്ടി എവിടെ നിന്ന് കിട്ടൂല. മോഡിഫൈഡ് വണ്ടി കേട്ടോ. ഇവർ കൊടുക്കുന്നത് വെറും 14,90,000 രൂപക്കാണ്. എവിടുന്നേലും കിട്ടുമോ ഗൈസ്? ഇതൊക്കെ സാമ്പിൾ മക്കളെ. അടുത്ത വെടിക്കെട്ടുകൾ കാണാൻ തയ്യാറായിക്കോളി. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നജാദ് ബ്രോ, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. എന്താണ് ഉഷാറല്ലേ? എവിടെ നമ്മളെ കുതിരൊക്കെ? ആളിപ്പോ +2 കഴിഞ്ഞ് നിൽക്കാണ്, എന്നിട്ട് ഇപ്പൊ കുതിര കളിച്ച് നടക്കാൻ കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാലേ മുപ്പരത്തെ ഒരു കുതിര ഉണ്ടല്ലേ. ഓക്കെ, ഇപ്പൊ ഈ കാലത്തിനിടയ്ക്ക് എത്ര വണ്ടികൾ ഏകദേശം നിങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, മുപ്പർക്ക് പേജ് ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ ചെക്ക്ഔട്ട് ചെയ്താൽ മതി. പേജിന്റെ പേരെന്തെയ്യുന്നു? മുക്കത്താണ് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ അതർ സ്റ്റേറ്റ് വാഹനങ്ങളാണ് ഈ കിടക്കുന്ന എല്ലാതും. ഇപ്പൊ താറൊഴിച്ച്. അപ്പൊ എന്ത് ധൈര്യത്തിൽ നിങ്ങളിപ്പോ അവിടുന്ന് ടോട്ടൽ ലോസ് ഉള്ള വണ്ടിയുടെ ഫ്ലഡ് ഉള്ള വണ്ടികളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കി എടുക്കുക? ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ആളെ വിട്ട് ഫുള്ള് ചെക്ക് ചെയ്യും. ഡയറക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്നാണ് കച്ചവടം ചെയ്യുന്നത്. നമ്മള് ഈ ഗാരേജ് ഒന്നും ഇട്ടില്ല, നമ്മൾ വീട്ടിൽ നിന്ന് കച്ചവടം ചെയ്യുന്നത്. ഒരു കസ്റ്റമർ എടുത്ത് ആ കസ്റ്റമർ മുഖേനയ്ക്ക് നമ്മൾ അടുത്ത കസ്റ്റമർ അത്രക്കും ഡീല് അത്രക്കും ഇതുവരെ ഒന്നും വന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഫുൾ റീഫണ്ട് ചെയ്ത് എടുക്കും. ഇപ്പൊ നിങ്ങൾ ഒരു വണ്ടി എടുത്തിട്ട് അത് ടോട്ടൽ ലോസ് ആയ വണ്ടിയാണ്, ഫ്ലഡ് ആയ വണ്ടികളാണ് തിരിച്ചറിയുകയാണെങ്കിൽ എന്താ അതിന് പരിഹാരം? നമ്മൾ ഫുൾ എമൗണ്ട് റീഫണ്ട് എടുക്കും, നഷ്ടപരിഹാരം കൊടുക്കും. അത്രയും ഗ്യാരണ്ടിയിൽ നമ്മളെ പ്രഷർ ചെക്ക് ചെയ്തിട്ടേ വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഗ്യാരണ്ടിയിലാണ് നമ്മൾ നെജാദ് നിങ്ങൾക്ക് വണ്ടി തരുന്നത്. മുപ്പര് വീട്ടുമുറ്റത്താണ് ഈ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നാളെ അവിടെ ആള് കൂടാൻ പാടില്ല, അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം കളയാതെ ഓരോ വാഹനങ്ങളായിട്ടുണ്ട് പരിചയപ്പെടാം അല്ലേ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് ഒരു താറുമെന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ചെയ്തൊരു വാഹനമാണ്. ഡീറ്റെയിൽ അതിന് വരുന്നത് വണ്ടി നോക്കുകയാണെങ്കിൽ 2020-21 മോഡല് 63,000 കിലോമീറ്റർ സെക്കൻഡ് ഓണറിലാണ് വണ്ടിയാണ്. ഫുൾ പക്കാ സർവീസ് ഹിസ്റ്ററി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, അത്രക്കും വൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ്. ധൈര്യമായിട്ട് കൊടുക്കാം. എന്തൊക്കെ വർക്ക് എടുത്തിട്ടുണ്ട്? വർക്ക് ടയർ ചെയ്തിന്, അലോയി ഒക്കെ പുതിയ അലോയി, പുതിയ ടയർ, ഓഫ് റോഡ് ബമ്പർ. പിന്നെ സാധാരണ താറിൽ ബാക്ക് സീറ്റ് ഇരിക്കായില്ല, അതിനുള്ള എല്ലാ കുഷ്യൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ത്യയിൽ കാണിച്ചു തരാം. ഇന്ത്യയിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഏകദേശം ഈ ടയർ അതുപോലെ അലോയി ഏകദേശം എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്? മൊത്തം ഒരു 3 ലാഖിന്റെ അടുത്ത് വരും. 3 ലാഖിന്റെ അടുത്ത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക് താറാണെങ്കിലും ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പൊ അത്രയും ഓഫറിലാണ് നിങ്ങൾക്ക് മോഡിഫൈഡ് ചെയ്ത ഒരു താറ് നൽകാൻ പോകുന്നത്. ഹാർഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് കളറാണ്. ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓഫ് റോഡ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് അല്ലേ? അവിടെ ഇവിടെ ചെറിയ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് റോഡ് ടയറാണ്, അപ്പം ചളി അപ്പോൾ നമ്മൾ ഡെലിവറി സമയത്ത് ഉഷാറാക്കി വണ്ടി കൊടുക്കണ പോലെ കൊടുത്തൂടെ? ജി വാഗന്റെ എസിന്റെ വെന്റ് കൊടുത്തിന്. പിന്നെ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ പക്ക ക്ലീൻ ചെയ്താണ്. ടൈലൈറ്റ് മാറ്റിന്. പിന്നെ സ്റ്റെപ്പ് വെച്ചിന്, സൈഡ് സ്റ്റെപ്പ് വെച്ചിന്. ഓക്കെ, ഓഫ് റോഡ് വണ്ടികൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലം. വയനാട് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന് ഫുൾ ഹെൽപ്ഫുൾ ആയത് നമ്മൾ ഓഫ് റോഡ് KL10 അതുപോലെ തന്നെ ഒരുപാട് അഡ്വഞ്ചർ ക്ലബ് ചെറുവാടി പോലൊക്കെയാണ്. ഓരൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയുള്ളൊരു വാഹനം കൂടിയാണ്. അപ്പോൾ താറ് എപ്പോഴും ഒരു ഹൈലൈറ്റ് വാഹനം തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ സീറ്റ് തന്നെ സീറ്റ് അത്യാവശ്യം നല്ല റേറ്റിൽ ചെയ്തായിട്ടുണ്ടാവില്ലേ? ഓക്കെ, ഇപ്പൊ സിസ്റ്റം വരുന്നുണ്ട് 4x4
ഡീസൽ മാനുവൽ ആണ്. ഇപ്പോൾ പുറകിൽ താറിന്റെ ഒരു കേസ് വരുമ്പോൾ പുറകിൽ തീരെ യാത്രാ കംഫർട്ട് ഇല്ലാത്തൊരു ഉണ്ടാവില്ല. സീറ്റ് ഫുള്ള് കുഷൻ എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ ഒരു പക്ക ഓഫ് റോഡിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ AC വെന്റുകളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ എത്രയാണ് ആസ്ക് ചെയ്യുന്നപ്പോ? നമ്മളിതിന് വെറും 14,900 ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്, ചെറുതായിട്ട് തന്നെ നെഗോഷ്യബിൾ. ഇത്രയും മോഡിഫൈ ചെയ്ത വണ്ടിക്ക് 14,900 ഇപ്പൊ ലോൺ വേണ്ടവർക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഇതിൽ പുതിയ ഫുൾ കവർ ഇൻഷുറൻസും പുതിയ ബാറ്ററിയും ചെയ്ത് കൊടുക്കാം ഈ റേറ്റിന്. ഓക്കെ, ഈ ഒരു പ്രൈസിലല്ലേ? എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ചും കൊടുക്കാം പാർട്ടിനനുസരിച്ച്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായി നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരാൻ നല്ല ട്രാക്ക് സിബിൽ സ്കോർ ഉള്ളവർക്കൊക്കെ നമുക്ക് മാക്സിമം ലോണും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു നിസാന്റെ മൈക്ര അല്ലേ? മൈക്ര പെട്രോൾ ഓട്ടോമാറ്റിക്, ലേഡീസിനൊക്കെ പറ്റിയ വണ്ടി. CVT ആണോ? CVT ഗിയർ ബോക്സ്. CVT ഗിയർ ബോക്സ് ആകുമ്പോൾ നമുക്ക് ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും വരില്ല. പക്കായിട്ട് പോകും. നമ്മൾ ഈ വലിപ്പിക്കൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലേഡീസിനൊക്കെ സുഖമായിട്ട് കൊണ്ടുവരാം. മോഡൽ എത്രയാണ്? മോഡൽ 2015 മോഡൽ. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈവറ്റ് ഉള്ള വണ്ടിയാണ്. വെറും 63,000 കിലോമീറ്റർ. ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. റീവണ്ടി ആയതുകൊണ്ട് ഒരുപാട് അല്ല, പക്കാ ജെന്യൂൻ. പിന്നെ അതുപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഹിസ്റ്ററി അവൈലബിൾ അല്ല, പിന്നെ ജെന്യൂൻ കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ബട്ടൺ സ്റ്റാർട്ട്, സെക്കൻഡ് കീ വരെ അവൈലബിൾ ആണ്. അലോയ് വീൽസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആണ്. 60,000 കിലോമീറ്റർ 63,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ് കേട്ടോ. എത്രയാണ് ഈ ചെറിയൊരു വാഹനത്തിന് ആസ്ക്? ഇത് നമ്മള് 3,400 ആസ്ക് ചെയ്യണേ. ചെറുതായിട്ട് എന്തെങ്കിലും പാർട്ടിക്ക് ചെയ്തു കൊടുക്കും. ആരുടെ പേരിൽ NOC എടുത്തും കൊടുക്കാം. 3,4 ലക്ഷം റുപ്യക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. NOC പറയുന്നത്. അപ്പോൾ നമ്പർ ആക്കാൻ ഏകദേശം എത്ര കോസ്റ്റ് വരും? ഒരു 50,000 ഉള്ളിലേ വരുള്ളൂ. അപ്പൊ എന്നാലും ചെറിയൊരു കോസ്റ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം. മൈലേജ് എത്ര കിട്ടും? 15-ന്റെ ഉള്ളിലൊക്കെ പ്രതീക്ഷിക്കാം. പെട്രോൾ ആണ്, പിന്നെ CVT ഗിയർ ബോക്സ് ആണ്. പക്ക സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. 15-ന്റെ ഉള്ളിൽ നമുക്ക് റോട്ടിൽ മൈലേജ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സൈഡ് നമുക്കൊരു സെഡാൻ വാഹനം പരിചയപ്പെടാം. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ വണ്ടി, മൈലേജ് കൂടി ഒരു വാഹനം. 2015 മോഡൽ അൾട്ടിസ് ആണ്. ജെ ഓപ്ഷൻ ഫുള്ള് കൺവേർട്ട് ചെയ്തത്. ഡയമണ്ട് കട്ട് അലോയ്, സ്റ്റീരിയോ ഒക്കെ ചെയ്ത വണ്ടി. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ്, ഫോഗ് ലാമ്പ് ഒക്കെ ചെയ്ത വണ്ടി. DRLും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, വണ്ടി എന്തെങ്കിലും ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണറിൽ വെറും 83,000 കിലോമീറ്റർ. ലെക്സസ് ടെയിലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സിംഗിൾ ഓണർ ഉപയോഗിച്ച വാഹനമാണ്. സിംഗിൾ ഓണർ. ഓക്കെ, വാഹനം മൊത്തം നോക്കുകയാണെങ്കിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്. നല്ല വൃത്തി. ഡൽഹി രജിസ്ട്രേഷൻ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, പേർക്ക് NOC എടുത്ത് കൊടുക്കാം. NOC നമുക്ക് ചെയ്തു കൊടുക്കാം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ പക്കാ ലക്ഷറി ഇന്റീരിയർ ആണ്. എല്ലാ ഫീച്ചേഴ്സും ഉള്ളിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്ത് അഡീഷണൽ അഡീഷണൽ നമ്മൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്തിന്. പിന്നെ സ്റ്റീരിയോ, ലെക്സസ് ടെയിലൈറ്റ്, ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പ് ഒക്കെ ചെയ്തിന്. ഡയമണ്ട് കട്ട് അലോയ് ഉണ്ട്. ഒക്കെ ചെയ്ത അത്യാവശ്യം മൈലേജ് കമ്പനിയിൽ നിന്ന് ചെയ്ത ഡീസൽ വണ്ടി. ഒരു 20-ന്റെ മേലെ മൈലേജും പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, ഇതൊക്കെ ചെയ്തൊരു വണ്ടിക്ക് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? വെറും 6,10. 6,10,000 അത്രേ ഉള്ളൂ. വെറും 6,10,000 രൂപക്ക് വിത്ത് NOCയിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാം. ആർക്കും കൊടുക്കാം. ഓക്കെ, ഏത് RTOസിൽ നമ്മൾ NOC എടുത്ത് കൊടുക്കാം. ഇപ്പൊ ലോണിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ലോൺ നമുക്ക് ചെയ്യാൻ കഴിയൂല. ഇപ്പൊ RC ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നമ്പർ ആയതിനു ശേഷമാണെങ്കിൽ ലോൺ ഉണ്ട്. അത്യാവശ്യം ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ തന്നെ കിട്ടും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു വേറൊരു വേർഷൻ ബ്ലാക്ക് കളർ അല്ലേ? 2019-20 മോഡൽ. 10 കുറച്ച് മോഡൽ കൂടിയ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് VL ഏറ്റവും ടോപ്പ് എൻഡ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ ഓടിയുണ്ട്? വെറും 64,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ഉപയോഗിച്ച് 64,000 കിലോമീറ്റർ. 10 കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഗ്യാരണ്ടി കൊടുക്കാം. വണ്ടി ഗ്യാരണ്ടി ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് ഒന്നുമില്ല. ടൈലൈറ്റ് ചെറിയ പൊട്ടുണ്ട്, മാറ്റി കൊടുക്കാം. 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. ബോഡി ഭാഗങ്ങളൊക്കെ ഒരു ബ്ലാക്ക് തീം ആകുമ്പോൾ റോഡ് പ്രസൻസ് ലഭിക്കും. അടിപൊളിയായി. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള ഒരു വാഹനമാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ. ബട്ടൺ സ്റ്റാർട്ട്, സെക്കൻഡ് കീ ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചളി പിടിച്ചൊന്നും നോക്കണ്ട. ഇതൊക്കെ ഈ മഴക്കാലം ആയതുകൊണ്ടാണ്. ഇതൊക്കെ വൃത്തിയാക്കി പോളിഷ് ചെയ്ത് നമുക്ക് ഫുൾ സെറ്റ് ആക്കി കൊടുക്കാം. ഡെലിവറി ഒക്കെ ഹൈ ക്ലാസ് ആയി കൊടുക്കാം. സെറ്റപ്പ് ആക്കി കൊടുക്കാം. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാം. അത്രയും ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുത്തൂടെ?
ഓ അത്രക്കും ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാം. വണ്ടി അത്രക്കും പക്കാ ക്ലീനാ. ഓക്കെ, എത്ര നമ്മൾ ഇതിന് ആസ്ക് ചെയ്യണം ഈ വാഹനത്തിന്? ഇതിന് മാർക്കറ്റിൽ ഏകദേശം 9.5 to 10 മാർക്കറ്റിലെ വണ്ടിയാണ്. തീർച്ചയായിട്ടും വെറും 8.4 നമുക്ക് കൊടുക്കാം. NOC 8.4 കൊടുക്കാം. എന്തെങ്കിലും കുറച്ചും കൊടുത്തൂടെ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു. ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടാൻ ലോൺ പുതിയ ഇൻഷുറൻസ് എടുത്തിന് ഫുൾ കവർ. അതിൽ 11 ലക്ഷം ID ഉണ്ട്. 11 ലക്ഷം ID ഉണ്ട്. ഓക്കെ, അത് ഇനി രജിസ്റ്റർ ചെയ്ത് ലോൺ ഇടുകയാണെങ്കിലും ഫുൾ ലോൺ തന്നെ കിട്ടും. മാക്സിമം ഫുൾ ലോൺ കിട്ടും. ഓക്കെ ഓക്കെ. ഇപ്പോൾ ലോണിന്റെ കേസിലേക്ക് വരാൻ നമ്പർ ആയതിനു ശേഷം നമുക്ക് ലോൺ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മാക്സിമം റെഡി ക്യാഷ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഈ വീഡിയോയിൽ ഹൈലൈറ്റ് വാഹനം പരിചയപ്പെടാൻ. വെറും 6,95,000 രൂപക്ക് 2010 മോഡൽ ലാസ്റ്റ് ഫോർച്യൂണർ. ഈ പിന്നെ ഇങ്ങനത്തെ ഇനി ഈ ബഡ്ജറ്റിൽ ഇതിപ്പോ സെയിലായാലും വേറെ ഫോർച്യൂണർ ഈ ബഡ്ജറ്റിൽ നമ്മൾ എത്ര ഫോർച്യൂണർ കൊടുക്കാം? എത്രയും കൊടുക്കാം. 2012 വരുന്നുണ്ട്. ബാക്കി ലോഡ് ഓൺ ദ വേ ആണ്. ഓക്കെ ഓക്കെ, ചെറിയ ബഡ്ജറ്റിൽ ഫോർച്യൂണർ ആവശ്യമുള്ളവർ ഇവർ കോൺടാക്ട് ചെയ്തോളൂ. പെട്ടെന്ന് വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കും. പെട്ടെന്ന് ഡെലിവറി എടുക്കാനൊക്കെ പറ്റും. സെറ്റ് ചെയ്ത് കൊടുക്കും, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട്? ടയർ ബാക്ക് ഒരു 80% ഉണ്ട്. ഫ്രണ്ട് നമുക്ക് പുതിയ ഇട്ട് കൊടുക്കാം. ഓണർഷിപ്പ് തേർഡിലാണുള്ളത്. കിലോമീറ്റർ 1.51 ആണ്. 59 ആണ് കാണിക്കണേ. ഓക്കെ, 10,000 ആരും സർവീസ് ഹിസ്റ്ററി ഒന്നും എന്തായാലും എടുക്കൂല. തീർച്ചയായിട്ടും. പിന്നെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് ഏകദേശം മറ്റേ ട്രക്കിലൊക്കെ അതാണ് തീർച്ചയായിട്ടും റീപ്ലേസ്മെന്റ് ഉണ്ടാവും. പിന്നെ 2010 ആണല്ലോ. പിന്നെ ഡോറ് ബമ്പർ ഒന്നും റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു. ഗ്യാരണ്ടി എടുക്കാം. ഓക്കെ, അപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നോക്കാലോ? ഇന്റീരിയർ നമുക്ക് സീറ്റ് കവർ ചെറിയ മോശമുണ്ട്. പുതിയ സീറ്റ് കവർ ഇട്ട് കൊടുക്കാം. പുതിയ ചെയ്തും കൊടുക്കാം. ഏത് ഈ പൈസയിലും ഏത് സീറ്റ് കവർ പുതിയ ഒന്നുമില്ല. ഓക്കെ, അതിന് ചെറുതായി നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തും തരും കേട്ടോ. ഓക്കെ, ലോൺ ഉണ്ടാവില്ല. മാക്സിമം റെഡി ലോൺ ഒന്നും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഈ 695 ഒരു സ്വിഫ്റ്റ് പുതിയത് കിട്ടൂലല്ലോ? ഇല്ല. പിന്നെ നമ്പർ ആക്കാൻ എത്ര കോസ്റ്റ്? നമ്പർ ആക്കാൻ വെറും 70 to 65 ആ ലെവലിൽ നമ്പർ ആക്കാൻ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഏത് കളറിലാണ് ചെയ്യേണ്ടി വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. അതിനുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കില്ലേ? ബാക്കി ഇന്നോവ കാര്യങ്ങളൊക്കെ വണ്ടി ഓൺ ദ വേ ആണ്. ഇത് മാത്രല്ല, ഇത് നിങ്ങളത്തെ ഏകദേശം എത്ര വണ്ടികൾ ഇനി വേറെ വണ്ടി ഇനി ഒരു 7 വണ്ടി കൂടി ഓൺ ദ വേ ആണ്. ക്രിസ്റ്റ വരുന്നുണ്ട്. 2018 ഉണ്ട്. എല്ലാം ഉണ്ട്. മാനുവൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളും ഇവർ അറേഞ്ച് ചെയ്ത് തരും. താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ പ്രൈസിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഗൈസ്, താൽക്കാലികമായിട്ട് ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ പിയാണ്. വീഡിയോ അങ്ങനെ ഉഷാറല്ലേ? അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും വണ്ടി കിട്ടും. അതേപോലെ തന്നെ കേരള വണ്ടികൾ, അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ നജാദ് ബ്രോ നിങ്ങൾക്ക് ലോ പ്രൈസിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ NOCൻ്റെ കാര്യത്തിലാണെങ്കിലും ആരും വെറീഡ് ആവേണ്ട കാര്യമില്ല. ഫുള്ള് നജാദ് ബ്രോ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. അതിനുള്ള ഫെസിലിറ്റി അവൻ ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇന്നത്തെ സ്ക്രീനിനോട് വിട പറയുകയാണ്. അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡ് തപ്പിപ്പിടിച്ച് വരുന്നത് വരേക്കും ഗുഡ് ബൈ.